ഇന്ത്യൻ സിവിൽ സർവീസസ്, IAS, IPS, IFS, അത് വലിയൊരു സ്വപ്നം തന്നെയാണ്. അതിലേക്കുള്ള യാത്രയും നല്ലൊരു സ്ട്രാറ്റജിക് യാത്രയുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ തന്നെ തുടങ്ങണമെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അപ്പോൾ പേരൻസ് ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്തും ചോദിച്ചിട്ടുള്ളതാണ്, ശരിക്കും സ്കൂളിലൊക്കെ IAS പ്രിപ്പറേഷൻ്റെ ഒക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിൽ ഓൾറെഡി ഒരുപാട് പഠിക്കാനില്ലെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവിടെയാണ് IAS ഫാക്ടറിൻ്റെ സ്മാർട്ട് ജൂനിയർ IASൻ്റെ പ്രസക്തി. യെസ്, വി ഓൾസോ എഗ്രി, സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ലേണിംഗ് ആണ്. കാരണം ഒരു 25 വയസ്സായ ഒരു ആസ്പിരൻറ്റ് UPSC പ്രിപ്പറേഷന് വരികയാണ്. പലപ്പോഴും ഇവർക്ക് സ്കിൽ സെറ്റ് ഇല്ല, നല്ലവണ്ണം എഴുതാൻ അറിയുന്നില്ല, കറണ്ട് അഫയേഴ്സിൻ്റെ ബേസിക്സ് ഇല്ല, ബേസിക് മാത്സ്, ന്യൂമറസി, അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല. ഇതൊക്കെയാണ് ചെറിയ പ്രായത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇറാൻ ആൻഡ് ഇസ്രായേൽ ഈസ് ഓൾമോസ്റ്റ് ഇൻ എ വാർ ലൈക്ക് സിറ്റുവേഷൻ. ഇത് കാണാതെ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഇഷ്യൂവിനെക്കാട്ടും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, വേർ എക്സാക്ട്ലി ഈസ് ഇറാൻ ലൊക്കേറ്റഡ്, വേർ ഇസ് ഇസ്രായേൽ ലൊക്കേറ്റഡ് ഓൺ ദ മാപ്പ്. ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ഇത് തന്നെയാണ് IAS ഫാക്ടറിൻ്റെ സ്മാർട്ട് ജൂനിയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്കിൽ സെറ്റും. നല്ലോണം എഴുതാൻ അറിയണം, കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് നമ്മുടെ ന്യൂസ് ജീനിയസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കോമ്പണൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, ലോജിക്കൽ സ്കിൽസ്, ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീറ്റ് ദ റോൾ മോഡൽസ്. പ്രധാനപ്പെട്ട മെയിൻ ഓഫീസേഴ്സ് ആയിട്ടുള്ള, ഒറിജിനൽ എക്സിസ്റ്റിംഗ് ഓഫീസേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും കൂടെ നമ്മൾ ഇതിൻ്റെ ഭാഗമാണ്. സോ സ്കിൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സബ്ജക്ട്സ് മുഴുവൻ പഠിക്കേണ്ട, യു ഷുഡ് നോ ദ സ്റ്റോറി ഓഫ് ദ സബ്ജക്ട്സ്. ഇതെല്ലാം വിൽ എൻഹാൻസ് ദ ലെവൽ ഓഫ് ദ സ്റ്റുഡൻസ്. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇനി വരും കാലത്ത് ദാറ്റ് വിൽ ബി വെരി ഈസി ഫോർ ദ സ്റ്റുഡൻസ്. ദാറ്റ് ഈസ് വൈ IAS ഫാക്ടേഴ്സ് സ്മാർട്ട് ജൂനിയർ ഈസ് ഇമ്പോർട്ടൻറ്റ്.